മനോജ്, കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ UDF-ന്റെ തരംഗമാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു ചിത്രം എങ്ങനെയാണ്? ആദ്യഘട്ടത്തിലൊക്കെ UDF അവിടെ ലീഡ് ചെയ്തിരുന്നു ജില്ലാ പഞ്ചായത്തിൽ, പിന്നീട് അത് മാറി മറിയുന്ന നിലയായിരുന്നു. അർജുൻ, ജില്ലാ പഞ്ചായത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നടുവിൽ പയ്യാവൂർ, കൊട്ടിയൂർ, കൊളവല്ലൂർ, കൂടാളി, മയ്യിൽ, മാട്ടൂൽ, കൊളച്ചേരി എന്നീ ഡിവിഷനുകളിൽ UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അന്തിമ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല. അന്തിമ ഫലപ്രഖ്യാപനം ഇനി വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ ഏതാണ്ട് 8 ഡിവിഷനുകൾ UDF വിജയിക്കുന്ന സാഹചര്യം, 17ഇടത്ത് LDF വിജയിക്കുന്ന ഒരു സാഹചര്യം അതാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അഭിമാനകരമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ എന്തായാലും UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അതിൽ മയ്യിൽ ഉൾപ്പെടെയുള്ള ഡിവിഷനുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ CPM-ന് കനത്ത തിരിച്ചടിയാണ്. അവരുടെ ഇതുവരെ ജില്ലാ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വിജയം നേടുക എന്ന് പറയുമ്പോൾ അത് CPM-ന് LDF-ന് വലിയ തിരിച്ചടി തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അന്തിമ വോട്ടിംഗ് നില, അന്തിമ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിൽ കൂടി അതാണ് നമ്മൾ ഇപ്പോൾ ഈ ഫലങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേതുപോലുള്ള ഒരു വലിയ വോട്ട് ഏകീകരണം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ചരിത്രത്തിൽ ആദ്യമായി നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് LDF ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യ ശത്രുവായി BJP-യെ കണ്ട് ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണോ വോട്ട് ചെയ്തത് അതേ രീതിയിൽ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിൽ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി LDF-ന് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് പൂർണ്ണമായും UDF-ലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വലിയ രീതിയിൽ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം ഈ PM ശ്രീ കേന്ദ്രാവിഷ്കൃത ആ പദ്ധതി അത് LDF-ൽ പോലും ചർച്ച ചെയ്യാതെ തലയിൽ മുണ്ടിട്ട് പോയി അവിടെ ഒപ്പുവെച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ആ പ്രചരണം അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഏശിയിട്ടുണ്ട്. അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി സമാനമായ രീതിയിൽ തന്നെയാണ് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള ശബരിമല വിഷയം. ആ വിഷയം ഉയർത്തുന്നതിൽ UDF വിജയം കണ്ടു. അതും UDF-ന് വലിയ നേട്ടമാകുന്ന തരത്തിലേക്ക് പോയി. ഒരു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം മാത്രം ഉയർത്തിക്കൊണ്ട് LDF പ്രചരണ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാൻ നോക്കി. പക്ഷേ അത് ജനങ്ങൾ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ജനം അത് വിശ്വസിച്ചില്ല എന്ന് വേണം കരുതാൻ. ഈ ജനവിധി ആകെ മൊത്തം പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു വോട്ട് കേന്ദ്രീകരണം നടന്നിട്ടുണ്ട്. അത് UDF-ന് അനുകൂലമായി വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്നും മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും ഒക്കെയുള്ള വോട്ട് ഏകീകരണം നടന്നു. ആ വോട്ട് ഏകീകരണത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-നാണ് കഴിഞ്ഞിട്ടുള്ളത്. വലിയ വോട്ട് ചോർച്ച LDF-ന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാനത്താകെ ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുവിരൽ എന്ന നിലയിൽ തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും ഈ ഫലം LDF-നെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല കോട്ടകളും തകർന്നിട്ടുണ്ട്, പല രീതിയിലും വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. BJP-യിലേക്ക് വോട്ട് പോയിട്ടുണ്ട്, UDF-ലേക്ക് വോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരുത്തൽ LDF-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുണ്ടായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു ഫലം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. VD സതീശൻ പറഞ്ഞതുപോലെ 100 സീറ്റെങ്കിലും UDF നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൂടായികയില്ല. അപ്പോൾ UDF ഈ വിജയം വലിയ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുകയാണ്. ഒരു തരത്തിലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് പോലും കരുതിയ ഘട്ടത്തിലാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞത്. വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ പോലും നടത്താത്ത ഇടത്ത് പോലും
UDF-ന് വോട്ട് നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മയ്യിൽ ഡിവിഷന്റെ കാര്യം അതാണ് സൂചിപ്പിക്കുന്നത്. മയ്യിൽ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിലൊന്നും വലിയ തോതിലുള്ള ഒരു പ്രചരണ പ്രവർത്തനം പോലും UDF നടത്തിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് പോലും ഇത്രയും അധികം വോട്ടുകൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. ആ ഷോക്ക് ട്രീറ്റ്മെന്റ് ഇനി എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ, പ്രതിഫലിക്കുമോ? ഇതൊക്കെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തായാലും കണ്ണൂർ നഗരത്തിൽ, അതായത് കണ്ണൂർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ഈ ഭാഗത്തൊക്കെ UDF-ന് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്, ലീഗിൽ നിന്നും ഒരു സീറ്റ് SDPI പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ണൂർ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. SDPI അക്കൗണ്ട് തുറന്നിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ അറക്കൽ ഡിവിഷനിൽ നിന്നാണ് സമീറ അവിടെ അവരുടെ SDPIയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ. അർജുൻ.